യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ കൂടി പാപത്തിന് മോചനം ഉണ്ട് എന്ന് ആണ് നാം അറിയേണ്ടത്. പക്ഷേ ഈ അടുത്ത കുറേ നാളുകളായി യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ കൂടി പാപമോക്ഷം ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ചില പദ്ധതികൾ നമ്മളുടെ ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ കൂടി ശാപമോക്ഷം ഉണ്ടാകുന്നില്ല എന്ന് പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പാപത്തിന് ശാന്തി ലഭിക്കുന്നില്ല എന്നുള്ള പുതിയ കണ്ടെത്തലുമായിട്ട് ചിലർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയകളിൽ ഒക്കെ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, പിന്നെ എന്തിനാണ് യേശു മരിച്ചത്, യേശുവിൻ്റെ കുരിശുമരണം കൊണ്ട് എന്താണ് പ്രയോജനം സംഭവിച്ചത് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വികല ചിന്തകൾ നമ്മുടെ ഇടയിൽ പരത്തുമ്പോൾ നാം വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് മടങ്ങണം. എന്താണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സന്ദേശം നമ്മൾ അറിയണം. ഞാൻ ശാപമോക്ഷം യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ കൂടി സംഭവിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തിനെതിരെ ഞാനൊരു വീഡിയോ ചില നാളുകൾക്ക് മുമ്പ് നടത്തിയിരുന്നു. ഇനി അനിവാര്യയിൽ പലരും അത് കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം പറയുന്നു. ഞാനിന്ന് നിങ്ങളുമായിട്ട് സംവദിക്കുന്ന കാര്യം, ഈ അടുത്ത ദിവസങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ കൂടി ശാപമോക്ഷമോ പാപമോക്ഷമോ സംഭവിക്കുന്നില്ല എന്നുള്ള വിചിത്രവാദവുമായിട്ട് ചിലർ രംഗപ്രവേശം ചെയ്യുന്നത് ഞാൻ കണ്ടു. നിങ്ങൾക്കൊക്കെ ആൾക്കാരെ പരിചയമാണ്, എനിക്ക് അവരുടെ പേരുകൾ പറയാനറിയാം. അത് അവിടെയും എവിടെയൊക്കെയുമായിട്ട് കഴിഞ്ഞ നാളുകൾ പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ ഇങ്ങനെയുള്ള പുതിയ സംവിധാനങ്ങളുടെ തലത്തൊട്ടപ്പനായിട്ട് നമ്മുടെ ഇന്ത്യയിൽ മാറിയിട്ടുള്ള ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ കൂടി ശാപം അഴിയുന്നില്ല എന്നും അതുപോലെ പാപശാന്തി സംഭവിക്കുന്നില്ല എന്നുമൊക്കെ പ്രഖ്യാപിച്ചത്. അപ്പോൾ ശ്രദ്ധിക്കണം, യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ കൂടി പാപശാന്തിയോ അല്ലെങ്കിൽ ശാപമോക്ഷമോ ഉണ്ടാകുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അപ്പോൾ ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം പറയണം. ഇങ്ങനെയൊക്കെയുള്ള ഈ വിചിത്ര സംവിധാനങ്ങളും വിഡ്ഢിത്തരങ്ങളും യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറയുവാൻ അവർക്ക് ലജ്ജയില്ലേ എന്നുള്ളതാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ പേരിലാണ് ഇതെല്ലാം അവർ പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ രക്ഷകനും കർത്താവുമായി ഭൂമിയിൽ അവതരിച്ച നമ്മുടെ പാപത്തിനും ശാപത്തിനും എല്ലാം ശാന്തി നൽകുവാൻ വേണ്ടി കാൽവറി കുരിശിൽ മരിച്ച ആ യേശുക്രിസ്തുവിൻ്റെ ആ കുരിശുമരണം കൊണ്ട് ഒന്നും സാധ്യമാകുന്നില്ല എന്നുള്ള ചില ചിന്തകളാണ് അവർ പുറത്തുവിടുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം ഇതിനെക്കുറിച്ച് ഇല്ലാതില്ല. ന്യൂ ജനറേഷൻ വിഭാഗങ്ങളാണ് ഇത് പലപ്പോഴും പറഞ്ഞു പിടിപ്പിക്കുന്നത്. അതിൻ്റെ വ്യത്യസ്ത രീതികളുമൊക്കെയുണ്ട്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, പിന്നെ എങ്ങനെയാണ് ഈ പാപം മോചിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ശാപം മാറുന്നത്? ഞാൻ ശാപത്തെക്കുറിച്ചുള്ള കാര്യം കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഇറക്കിയ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ പാപം മോചിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഈ ദുരുപദേശം തട്ടിവിടുമ്പോൾ എനിക്കൊരു ചെറിയ സംശയമില്ലാതില്ല. എന്തൊക്കെയോ ദുരുപദേശ സംവിധാനത്തിൽ ഇവർ കടന്നുകൂടിയിട്ടുണ്ട് എന്നൊരു ചിന്തയുണ്ട്. നിങ്ങൾ ഒരു വേള കേട്ട് കാണാമായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല എന്ന് പറഞ്ഞാൽ ആ ആളിനെ മനസ്സിലാകണമെന്നില്ല. നിങ്ങൾ സ്മിത്തിസം എന്ന് പറയുന്ന ഒരു വലിയ കടുത്ത ദുരുപദേശ വിഭാഗത്തെ ചിലരെങ്കിലും കേട്ട് കാണാം. ആ ദുരുപദേശ വിഭാഗം ഉണ്ടാക്കിയത് ജൊഹാൻ ഓസ്കർ സ്മിത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം നോർവേക്കാരനാണ്. നോർവേയിലാണ് സ്മിത്തിസത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു നാവിക ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വിഭാഗവും പറഞ്ഞു പിടിപ്പിക്കുന്ന ഒരു കാര്യം, സ്വന്തം ജഡമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് പരീക്ഷിക്കപ്പെട്ട് പാപം ചെയ്യാൻ നമുക്കുള്ള സകല സാധ്യതകളും യേശുവിനും ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് അപ്രകാരമുള്ള പരീക്ഷകളെ നേരിടാൻ അവിടുന്ന് അല്ലെങ്കിൽ യേശു നമുക്ക് മാതൃകയായെന്നുമാണ് സ്മിത്തിസത്തിൻ്റെ വാദം. അപ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള ഈ കടുത്ത ദുരുപദേശം, അപ്പോൾ ഇതെല്ലാം വിശുദ്ധ ബൈബിളിൻ്റെ പേരിലാണ് ഇറക്കുന്നത് ഓർക്കണം.
യേശു ദൈവമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയും അതിനിടയിൽ അത് അല്ല എന്നുള്ള എതിർവാദവുമായിട്ടൊക്കെ വരുമ്പോൾ പിന്നെ ഇവരെങ്ങനെയാണ് യേശുവിനെ പ്രസംഗിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു മറുചോദ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ദുരുപദേശം വെളിയിലിറങ്ങി. അങ്ങനെ വന്നപ്പോൾ പല മാസികകളും അദ്ദേഹത്തിൻ്റെ ദുരുപദേശങ്ങൾ അത് പ്രിന്റ് ചെയ്യാതെ വന്നു. അപ്പോൾ സ്വന്തമായിട്ട് 1912 ഈ ജെഒ സ്മിത്ത് എന്ന് പറഞ്ഞ അദ്ദേഹം സ്കൾട്ടിസ്കാറ്റർ എന്ന് പറയുന്ന നോർവീജിയൻ ഭാഷയിലുള്ള ഒരു മാസിക തുടങ്ങി. എന്ന് പറഞ്ഞ നിഗൂഢ നിക്ഷേപം അല്ലെങ്കിൽ ഹിഡൻ ട്രഷർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഈ പറയുന്ന സ്മിത്തിസത്തിന്റെ ഔദ്യോഗിക ഗ്രന്ഥമാണ്. ഞാൻ എന്തിനാണ് സ്മിത്തിസത്തെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു വരുമ്പോൾ കേൾവിക്കാർക്ക് മനസ്സിലാകും. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ പറയുന്ന സ്മിത്തിസം എന്ന് പറയുന്ന വിഭാഗവുമായിട്ട് സത്യ ഉപദേശം പ്രസംഗിക്കുന്ന പെന്തക്കോസ്തുകാര് അവരുമായിട്ട് ഉള്ള ചർച്ചകൾ അല്ലെങ്കിൽ വാദഗതികൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അന്ധതയിൽ നിന്ന് വിമുക്തരാകുക എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ആണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അതാണ് പെന്തക്കോസ്ത് സത്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. 1920കളിലും 1930കളിലുമൊക്കെ ഈ പെന്തക്കോസ്തുകാരുമായിട്ട് സ്മിത്തിസ് വിഭാഗം തുറന്ന സംഘടനകൾ അല്ലെങ്കിൽ വാക്ഷരങ്ങൾ കൂടിയുള്ള സംഘടനകൾ ഏർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 1937 SH ലാക്രം എന്ന പെന്തക്കോസ്ത് പണ്ഡിതൻ പാപരഹിതനായ ക്രിസ്തു, ജീസസ് ഹു വാസ് വിത്തൗട്ട് സിൻ എന്ന ഒരു പുസ്തകം രചിച്ചതോടുകൂടി ഇതൊരു തുറന്ന ചർച്ചയ്ക്ക് വഴിയൊരുക്കി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംവാദങ്ങൾ അവരുമായിട്ട് നടത്തിയിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർക്ക് ഞാൻ തുടർന്ന് പറഞ്ഞു വരുമ്പോൾ അറിയാം. അപ്പോൾ ഇന്ത്യയിൽ ഈ സ്മിത്തിസത്തിന്റെ പ്രചാരകനായി മാറിയ ആളാണ് സാക്പുനൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, സുവിശേഷ വിഹിത വിശ്വാസികളുടെ പലരുടെയും ഇഷ്ട എഴുത്തുകാരനും ഇഷ്ട പ്രഭാഷകനുമാണ് സാക്പുനൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന നിഗൂഢ വിഷയം എന്താണെന്നും കൂടെ എൻ്റെ കേൾവിക്കാർ തിരിച്ചറിയണം. ഇന്ത്യയിൽ ഈ ദുരുപദേശം പ്രചരിപ്പിക്കുവാനും വേണ്ടി അദ്ദേഹമാണ് ശ്രമിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സ്മിത്തിനെ പോലെയും അതുപോലെ അതിനുശേഷം വന്ന ഈ സ്മിത്തിസത്തിന്റെ നേതാവായ അസ്കലാസനെയും പോലെ ഈ സാക്പുനൻ ഒരു നാവിക ഉദ്യോഗസ്ഥനായിരുന്നു. 1971 അദ്ദേഹം സ്മിത്തിസ സംഘത്തിന്റെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ നോർവേയിലേക്ക് പോയി. ധാരാളം സ്മിത്തിസ ഗ്രന്ഥങ്ങളുമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നത്. സ്മിത്തിസത്തിന്റെ അചഞ്ചലനായ അനുഗാമിയും വക്താവുമൊക്കെയായിട്ട് അദ്ദേഹം മാറി എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് അദ്ദേഹം ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയിട്ട് ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അങ്ങനെ അവരുടെ അല്ലെങ്കിൽ സ്മിത്തിസം എന്ന ഉള്ള വിഭാഗത്തിന്റെ ഇന്ത്യൻ വേർഷനായ പുന്നനിസം എന്ന് വിളിക്കുന്ന ആ വിഭാഗത്തിന്റെ ഔദ്യോഗിക മാസിക എന്ന് പറഞ്ഞ ഹിഡൻ ട്രഷർ എന്നാണ്, അല്ലെങ്കിൽ സ്കൾട്ടിസ്കാറ്റർ എന്ന് ഞാൻ മുമ്പേ പറഞ്ഞ അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ നിഗൂഢ നിക്ഷേപം എന്നാണ്. അപ്പം ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹം പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. സ്മിത്തിസത്തിന്റെ ഒത്തിരി ഉപദേശങ്ങൾ അദ്ദേഹത്തിന് ഇങ്ങനെ പലരുടെയും മനസ്സിൽ കുത്തിക്കയറ്റാൻ കഴിഞ്ഞു. സുവിശേഷ വിഹിത വിശ്വാസികളുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ നല്ല തളരിമമായ ഭാഷ കൊണ്ടുള്ള പ്രഭാഷണവും നല്ല ഭാഷയിലുള്ള എഴുത്തും കൊണ്ടൊക്കെ അദ്ദേഹത്തിന് അവരുടെ പലരുടെയും ഉള്ളിൽ സ്ഥാനം കിട്ടി എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നിറച്ചിരുന്ന വിഷം എന്താണെന്ന് പലരും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് ആണ് സത്യം. 1989 അദ്ദേഹം 30 സ്മിത്തിസ ഗ്രൂപ്പുകളോടുകൂടി സ്മിത്തിസ സംഘത്തിൽ നിന്ന് അദ്ദേഹം വേർപെട്ടു. എന്ന് പറഞ്ഞാൽ അസ്കലാസിന് ശേഷം സ്മിത്തിസത്തിന്റെ മുഖ്യനായിരുന്ന സിഗുഡ് ബ്രാറ്റ്ലി അദ്ദേഹത്തെ എന്തോ കാര്യത്തിന് ശാസിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് വിഘടനം സംഭവിച്ചത് എന്നാണ് കേൾവി. 1996 ബ്രാറ്റ്ലി അന്തരിക്കുന്നത്. അതിനുശേഷം അല്ലെങ്കിൽ തൊട്ടടുത്ത വർഷം 1997 പുന്നൻ സ്മിത്തിസ സംഘത്തിനെതിരെ ഒരു ലഘുലേഖ പ്രസിദ്ധീകരിച്ചു. താനോ തൻ്റെ സഭകളോ ഒരു നാളും സ്മിത്തിസ സംഘത്തിന്റെ ഭാഗമായിരുന്നിട്ടില്ലെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. പക്ഷേ ശ്രദ്ധിക്കണം, ഈ അവകാശവാദമൊക്കെ ഉന്നയിക്കുമ്പോഴും ഈ പുന്നനിസം അല്ലെങ്കിൽ സാക്പുനൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലും പ്രഭാഷണങ്ങളുമെല്ലാം നിഴലിച്ചു നിൽക്കുന്ന മുഴുവൻ സ്മിത്തിസ ഉപദേശമാണ്. അപ്പോൾ
ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ധാരാളം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എൻ്റെ കേൾവിക്കാരുടെ കയ്യിൽ ഒരുപക്ഷെ അത് കണ്ടിരിക്കാം. ഞാനതാ പറഞ്ഞത്, സുവിശേഷവിഹിത വിശ്വാസികളുടെ പലരുടെയും മനസ്സിൽ ചേക്കേറുവാനും വേണ്ടി ഈ പുന്നന് കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെ എന്താണ് സത്യം എന്ന് പലർക്കും മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഞാൻ ഒന്നുകൂടെ ഇത് മുൻപോട്ട് പറയുന്നതിന് മുൻപ് പറയാം. കോട്ടയത്തുണ്ടായിരുന്ന ഞാൻ ആ പെന്തക്കോസ്ത് സംഘടനയുടെ പേര് ഞാൻ പറയുന്നില്ല, ഒരു പ്രസ്ഥാനത്തിലെ പാസ്റ്ററും അതുപോലെ അവിടുത്തെ മുഴുവൻ വിശ്വാസികളുടെ ഈ പുന്നന്റെ ഉപദേശം കേട്ട് സത്യമാണെന്ന് വിശ്വസിച്ചിട്ട് അവർ നിന്നിരുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് രാജി എഴുതി കൊടുത്ത് അവർ തുടങ്ങി. കോട്ടയത്ത് അങ്ങനെയാണ് ആദ്യമായിട്ട് പുന്നനിസത്തിന്റെ അല്ലെങ്കിൽ കടുത്ത ദുരുപദേശ വിഷം ആയ സ്മിത്തിസത്തിന്റെ അല്ലെങ്കിൽ പുതിയ വേർഷനായ പുന്നനിസത്തിന്റെ സഭ സ്ഥാപിക്കപ്പെടുന്നു. പക്ഷേ 10 വർഷത്തോളം ആ പാസ്റ്ററും ഒക്കെ അതിൻ്റെ അകത്ത് നിന്നു. 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന നിഗൂഢ വിഷം എന്താണെന്ന് മനസ്സിലായി അവർ വെളിയിൽ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ബൈബിൾ കോളേജിൽ പഠിച്ചയാളാണ് ഇവിടുത്തെ പാസ്റ്റർ. പക്ഷേ അദ്ദേഹം ഒരു സഭയുടെ പാസ്റ്ററായിട്ടിരുന്നയാളാണ്. ഇതൊന്നും മനസ്സിലാക്കാൻ പുള്ളിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ കടുത്ത വിഷം പഞ്ചസാരയിൽ പൊതിഞ്ഞെറിയുവാൻ കഴിയുന്ന ഒരു രീതിയിലാണ് സാക്പുന്നന്റെ അവതരണശൈലി എന്ന് പറയുന്നത്. അപ്പോൾ സാക്പുന്നം പറയുന്നത്, അദ്ദേഹം ഈ സ്മിത്തിസത്തിന്റെ വക്താവല്ല, സ്മിത്തിസം അല്ല അദ്ദേഹം പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന അതിൻ്റെ അകത്തുനിന്ന് പുള്ളി വേർപെട്ട് വേറെ സംഘം തുടങ്ങിയെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം പ്രചരിപ്പിക്കുന്ന മുഴുവൻ സ്മിത്തിസ് ഉപദേശമാണ്. ഞാൻ ഈ സ്മിത്തിസ് ഉപദേശവും പുന്നസ് ഉപദേശവും ഒക്കെ എന്തിനാ പറയുന്നത് ഞാൻ പറയാം. ഞാൻ എടുത്തവരുടെ ഉപദേശം പറയുമ്പോൾ നമ്മുടെ ഈ ആൾക്കാരൊക്കെ ചിലരൊക്കെ ഇപ്പോൾ ശാപവും അതുപോലെ പാപവും ഒന്നും മാറ്റുവാൻ യേശുവിന് കഴിയത്തില്ല, യേശുവിന്റെ കുരിശുമരണത്തിൽ കൂടി ഇതൊന്നും സാധ്യമാകുന്നില്ല എന്ന് പ്രചരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഇങ്ങനെ പറയുന്ന ഈ സ്മിത്തിസ ഉപദേശം അല്ലെങ്കിൽ പുന്നനിസ് ഉപദേശം അവരെ ആർഷിക്കപ്പെട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും ദുരുപദേശ സംവിധാനങ്ങളിൽ അവർ ചെന്ന് പെട്ടുപോയെന്ന സംശയം എനിക്കില്ലാതില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെയുള്ള പ്രമുഖമായ ഉപദേശം അല്ലെങ്കിൽ ദുരുപദേശം അവതരിപ്പിച്ചു വിടുന്ന സ്മിത്തിസത്തിന്റെയും അതിൻ്റെ അതേ തട്ടിൽ തന്നെ പോകുന്ന പുന്നനിസത്തിന്റെ ഉപദേശ സംവിധാനങ്ങൾ ഇവിടെ ഞാൻ നിങ്ങളോട് പറയുവാൻ കാരണം, ഞാൻ അവരുടെ ഉപദേശങ്ങളൊന്ന് പറയാം. ഒന്നാമതായിട്ട്, യേശുക്രിസ്തു തന്നെത്താൻ ശൂന്യനാക്കി ദൈവത്തോടുള്ള സമത്വം ഉപേക്ഷിച്ചു. അസ്കലാസ് എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയ ക്രൈസ്റ്റ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ് എന്ന് പറയുന്ന ആ പുസ്തകത്തിലുള്ളതാണ്. പുന്നന്റെ വാദം കേൾക്കുക, അവിടുന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ ദൈവത്തോടുള്ള സമത്വം മൂലം തനിക്കുണ്ടായിരുന്ന പദവികളെല്ലാം വിട്ടുകളഞ്ഞു, അവിടുന്ന് തന്നെത്താൻ ശൂന്യനാക്കി, എംപ്റ്റിഡ് ഹിംസെൽഫ് എന്ന കാര്യം നാം ഓർക്കണം. ഇളകാത്ത അടിസ്ഥാനം എന്ന് പറയുന്ന പുസ്തകത്തിലാണ് സാക്പുന്നൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തേത്, മനുഷ്യനായിരുന്ന ക്രിസ്തു ദൈവമായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, മനുഷ്യനായിരുന്ന അല്ലെങ്കിൽ മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിലേക്ക് വന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്ന ആ യേശു ഭൂമിയിലേക്ക് വന്നത് ദൈവമായിരുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ കണ്ടെത്തൽ. തൻ്റെ ഐഹിക ജീവിതകാലത്ത് യേശു പിതാവിനെ പോലെ ആയിരുന്നില്ല, നമ്മെ പോലെ ആയിരുന്നുവെന്നാണ് അസ്കലാസൻ വാദിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ ക്രൈസ്റ്റ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ് എന്ന് പറഞ്ഞ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ്. ഇനി പുന്നൻ പറയുന്ന ശ്രദ്ധിക്കണം, ഇളകാത്ത അടിസ്ഥാനം എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, യേശു ദൈവമായിരുന്നുവെങ്കിലും ഒരു മനുഷ്യൻ ആയി ലോകത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് ഇന്ന് നമുക്ക് നൽകിയിട്ടുള്ള അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തി മാത്രമേ അവിടുത്തേക്ക് ലഭ്യമായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പൊ യേശുവിനെ എവിടോട്ടാണ് ഇവർ വലിച്ചുകൊണ്ട് പോകുന്നത്? യേശുവ് കഴിവുകെട്ട ഒരു യേശുവായിട്ടോ അല്ലെങ്കിൽ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയാത്തതുമായ ഒരു സാധാരണ മനുഷ്യനെന്ന ഒരു രീതിയിലേക്ക് യേശുവിനെ ഇവർ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ തുടങ്ങുന്ന രംഗമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി മറ്റൊരെണ്ണമാണ്, ക്രിസ്തുവിൽ വിഭജനം ഉണ്ടായിരുന്നു എന്നാണ് ഇവരുടെ പഠിപ്പിക്കൽ. ദ ബ്രൈഡ് ആൻഡ് ദ ഹാർലറ്റ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സിഗുഡ് ബ്രാഡ്ലി എന്ന് പറയുന്ന സ്മിത്തിസത്തിന്റെ നേതാവായി മാറിയ അദ്ദേഹം പൗലോസ് യേശുവിന്റെ 2 ഭാഗങ്ങളായി വിഭജിക്കുന്നു, ജഡം സംബന്ധിച്ചും വിശുദ്ധരുടെ ആത്മാവ് സംബന്ധിച്ചും എന്ന്. അപ്പോൾ മേലുദ്ധരിച്ച പുന്നൻ പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, യേശു ദൈവമായിരുന്നുവെങ്കിലും ഒരു മനുഷ്യന് ലോകത്ത് ജീവിച്ചിരുന്ന കാലത്ത് ഇന്ന് നമുക്ക് നൽകിയിട്ടുള്ള അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തി മാത്രമേ യേശുവിന് ലഭ്യമായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പുന്നനും അത് സമ്മതിക്കുകയാണ്. ഇനിയും വേറെണ്ണം, 4-ാമത്തെ അതിലും രസകരമായ ഒരു കാര്യമാണ്, ക്രിസ്തുവിന്റെ ജഡം നമ്മളുടേതുപോലെ പാപമുള്ളതായിരുന്നു.
അസ്കലാസൻ എഴുതിയിട്ടുള്ള ക്രൈസ്റ്റ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത്, ക്രിസ്തു നമ്മുടെ ജഡവും അതോടുകൂടെ നമ്മുടെ പാപവും തൻ്റെ മേൽ ഏറ്റെടുത്തു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പുന്നന്റെ എഴുത്തുകൾ ശ്രദ്ധിക്കണം. യേശു നമ്മുടെ ജഡം പോലെ തന്നെയുള്ളൊരു ജഡത്തിൽ കുടികൊണ്ട് ഇരുന്ന എല്ലാ മോഹങ്ങളാലും പരീക്ഷിക്കപ്പെട്ടു. യേശു മറിയയിൽ നിന്ന് ദാവീദിന്റെ ജഡത്തിൽ ഭാഗഭാക്കായി. അപ്പോൾ പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ എന്ന് പറയുന്ന പുന്നന്റെ പുസ്തകത്തിലാണ് സാക് പുന്നന്റെ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉപദേശങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, നമ്മുടെ ഈ ഇടയിൽ ഇപ്പോൾ പലരും യേശുക്രിസ്തുവിന് ഒരു കഴിവുകെട്ട യേശുവായിട്ട് പാപത്തെയും ശാപത്തെയും ഒന്നും മോചിക്കുവാൻ കഴിയാത്തൊരു യേശുവായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഇങ്ങനെയുള്ള എന്തോ ദുരുപദേശവുമായിട്ട് ഇവർക്ക് ചില ബന്ധങ്ങൾ ഒരു വേള കിട്ടിയിരിക്കാം, അല്ലെങ്കിൽ ഗ്ലിംസെങ്കിലും അവർക്കുണ്ടായിരിക്കാം. ഇനിയും അഞ്ചാമത്തെ അവർ പറയുന്ന പ്രത്യേകത ഒന്ന് ശ്രദ്ധിക്കണം. യേശുവിന്റെ ക്രിസ്തുവിന്റെ പരീക്ഷകളെല്ലാം തികച്ചും നമ്മുടേതുപോലെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും സ്വന്തം മോഹങ്ങളിലൂടെയാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് യാക്കോബ് 1:1 മുതൽ 4 വരെ വ്യക്തമാക്കുന്നു എന്നും യേശു ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടതും അപ്രകാരം തന്നെയെന്നും സ്മിത്ത് വക്താവായ KJ സ്മിത്ത് പറയുന്നു. ഇതേ കാര്യം ഏകദേശം ഇതേ വാക്കിൽ തന്നെ പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ സാക് പുന്നം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, യേശു ക്രിസ്തു നമ്മുടേതുപോലെയുള്ള ഒരു സാധാരണ പരീക്ഷകൾ സഹിച്ചയാളാണ്. മറ്റൊരു കാര്യം, മോഹങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ യേശു ദൈവമല്ലെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നതിന്റെ അർത്ഥം. ഇനിയും ആറാമതവർ പറയുന്ന പ്രമുഖമായ പോയിന്റ് ശ്രദ്ധിക്കണം. പാപത്തോടുള്ള ക്രിസ്തുവിന്റെ പോരാട്ടം തന്റെ ഐഹിക ജീവിതകാലം മുഴുവൻ നീണ്ടു നിന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉപദേശങ്ങൾക്ക് ഈ പറയുന്ന എല്ലാം എതിരാണ്. അപ്പോൾ അസ്കലാസൻ ക്രൈസ്റ്റ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജീവിതകാലം മുഴുവനും അവിടുന്ന് അല്ലെങ്കിൽ യേശു ഘോര യുദ്ധത്തിൽ കൂടെ തൻ്റെ മാനുഷിക ഇഷ്ടത്തെ നിഷേധിച്ചു എന്നാണ് മനസ്സിലാക്കണം. അപ്പം ഇത് ഭയങ്കര കടുപ്പമുള്ള ഉപദേശമായിട്ടാണ് ഈ പറഞ്ഞത്. വിശുദ്ധ വേദപുസ്തകമായിട്ട് പുലബന്ധം പോലും ഇല്ല എന്നുള്ളതാണ് നാം അറിയേണ്ടത്. ഈ ഹിഡൻ ട്രഷർ എന്ന് പറയുന്ന മാസികയ്ക്കകത്ത് പുന്നൻ എഴുതിവിട്ടത് ഇങ്ങനെയാണ്: തൻ്റെ ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിൽ തൻ്റെ മാനുഷിക ഇഷ്ടം നുറുക്കപ്പെടുവാൻ യേശു അനുവദിച്ചു. അപ്പോൾ ഓർക്കണം, യേശു ഇവിടുത്തെ ഒരു സാധാരണ ഒരു മനുഷ്യനെ പോലെ ഒരു പ്രത്യേകതയും ഇല്ലാത്ത ഒരാളായിട്ട് പിന്നെ ആരാണ്ടൊക്കെ ദൈവമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ പുന്നനും അതുപോലെ സ്മിത്തിസത്തിന്റെ വക്താക്കളും അതിന്റെ ഉപദേശകരും ഒക്കെ, അല്ലെങ്കിൽ പുന്നന്റെ കൂടെ നടക്കുന്നവരും ഒക്കെ ഇത് അങ്ങ് പറഞ്ഞു പിടിപ്പിക്കുന്നല്ലാതെ യേശുവുമായിട്ടോ അല്ലെങ്കിൽ യേശു ദൈവമാണെന്നോ യേശു രക്ഷകനാണെന്നോ യേശുവിന്റെ കുരിശുമരണം മൂലം പാപിക്ക് രക്ഷയുണ്ടാകുമോ എന്നൊന്നും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ കണ്ടെത്തലുകൾ നമ്മൾ പഠിച്ചു മുൻപോട്ട് വരുമ്പോൾ കാണുന്നത്. അതേ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെയാണല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം മൂലം പാപം മോചിക്കപ്പെടുന്നില്ല, അതുപോലെ ശാപം മാറുന്നില്ല എന്നൊക്കെയുള്ള കണ്ടെത്തലുമായിട്ട് നമ്മുടെ ഇടയിലെ കുറെ നേതാക്കന്മാര് അല്ലെങ്കിൽ കുറെ കിങ്കരന്മാര് ഇത് പറഞ്ഞുകൊണ്ട് എഴുന്നള്ളുന്നത്. ഇനി ഏഴാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കണം: പാപം ചെയ്ത് ആത്മീയമായി മരിക്കുവാനുള്ള സാധ്യത യേശുവിനുണ്ടായിരുന്നു. അപ്പോൾ ഓർക്കണം, ഒരു സാധാരണ മനുഷ്യൻ. അപ്പോൾ സാധാരണ മനുഷ്യനെന്നതിൽ കൂടുതൽ അപ്പുറത്തേക്കൊന്നും യേശുവിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഇതിന്റെ വിവരണം പറയാം. ക്രൈസ്റ്റ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അസ്കലാസൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള യേശുവിന്റെ മഹായുദ്ധം എന്ന ശീർഷകത്തിൽ പാപം ചെയ്ത് ആത്മീയമായി മരിക്കുവാനുള്ള സകല സാധ്യതകളും യേശുവിനുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ദൈവത്തിൽ കേന്ദ്രീകരിച്ച പ്രാർത്ഥന എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ അകത്ത് സാക് പുന്നൻ രേഖപ്പെടുത്തിയിരിക്കുന്ന എങ്ങനെയാണ് അതിനെക്കുറിച്ച്: എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം തന്നെ നടക്കണമേ എന്ന് യേശു തന്നെയും തൻ്റെ ഭൗമിക ജീവിതകാലം മുഴുവനും പിതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഓർക്കണം, പാപം ചെയ്ത് ആത്മീയമായി മരിക്കുവാനുള്ള സകല സാധ്യതകളും യേശുവിനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ടത്, അപ്പൊ പിന്നെ യേശുവിനെ പ്രസംഗിച്ചിട്ട് എന്താ കാര്യം? ഈ പറയുന്നവരും യേശുവിനെ പ്രസംഗിക്കുന്ന പറയുന്നത് പാപവും ശാപവും യേശുവിന്റെ കുരിശുമരണത്തിൽ കൂടി മാറുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ചില നമ്മുടെ ഇടയിൽ ഇപ്പോൾ നുഴഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാരും മനസ്സിലാക്കണം, അവർ യേശുവിനെയാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ യേശു ദൈവവുമല്ല, യേശുവിനൊരു കഴിവുമില്ല, യേശുവിന്റെ കുരിശുമരണത്തിൽ കൂടി പാപവും ശാപവും മാറുന്നില്ല എന്ന് പറയുകയും അവർ യേശുവിന്റെ പേരിൽ ഞെളിയുകയും കൂടി ചെയ്യുകയാണ്. ഇത് രണ്ടുകൂടെ അങ്ങനെയാണ് സമന്വയിച്ചു പോകുന്നത്. ഇനി എട്ടാമത്തെ വാദഗതികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പരീക്ഷ നേരിടുന്നതിൽ യേശു നമുക്ക് ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയും പറഞ്ഞ സകല വാദങ്ങളും
പരീക്ഷ ജയിക്കുന്നതിന് നമുക്കില്ലാത്ത യാതൊരു കഴിവുകളും യേശുവിന് ഇല്ലായിരുന്നു എന്ന് തെളിയിക്കാനാണ്. അതിൻ്റെ എല്ലാം ലക്ഷ്യം സാക്പുന്നം വിശദീകരിക്കുന്നുണ്ട്. അതായത് ഇന്ന് പാപത്തിനെതിരായിട്ടുള്ള നമ്മുടെ പോരാട്ടത്തിൽ നമുക്ക് അവിടുത്തെ ദൃഷ്ടാന്തം നോക്കി ധൈര്യം സംഭരിക്കാൻ സാധിക്കും. കാരണം നാം അഭിമുഖീകരിക്കുന്ന ഓരോ പരീക്ഷയിന്മേലും യേശു ഒരു മനുഷ്യൻ എന്ന നിലയിൽ വിജയം തേടി. അങ്ങനെ അവിടുന്ന് നമുക്ക് ഒരു മുന്നോടിയും പിന്തുടരുവാൻ ഒരു ദൃഷ്ടാന്തവുമായി തീർന്നു എന്നാണ് ഇളകാത്ത അടിസ്ഥാനം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അകത്ത് അദ്ദേഹം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇനിയും 9ാമത്തെ കണ്ടെത്തൽ ശ്രദ്ധിക്കണം. അതിലും രസാവഹമാണ്. നാം രക്ഷിക്കപ്പെടുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലല്ല, പകരം അനുസരണത്തിലാണ്. അപ്പൊ രക്ഷാമാർഗം വെറും അനുസരണമാണ് എന്നാണ് സിഗുഡ് ബ്രാഡ്ലി എന്ന് പറയുന്ന സ്മിത്തിസത്തിന്റെ നേതാവ് പറയുന്നത്. ബ്രൈഡ് ആൻഡ് ഹാർലറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ അകത്ത് സിഗുഡ് ബ്രാഡ്ലി എഴുതി വച്ചിരിക്കുന്നത് വിശ്വാസത്താലുള്ള നീതീകരണം പഠിപ്പിക്കുന്ന റോമാലേഖനം 4:5 വേശ്യകളുടെ മാതാവ് ജനത്തിന് കുടിക്കാൻ കൊടുത്ത സ്വർണ്ണ പാനപാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ കടുത്ത ദുരുപദേശം പറയുവാനും വേണ്ടി ഒരു ലജ്ജയുമില്ല. പക്ഷേ യേശുവിനെയാണ് അവർ പ്രസംഗിക്കുന്നത്. റോമാലേഖനം 4:5 വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും നികൃഷ്ടമായ ഭാഷയിലാണ് സിഗുഡ് ബ്രാഡ്ലി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇനി ഇളകാത്ത അടിസ്ഥാനം എന്ന് പറയുന്ന ആ പുസ്തകത്തിന്റെ അകത്ത് സാക്പുന്നൻ എഴുതി വെച്ചിരിക്കുന്ന ശ്രദ്ധിക്കണം. ഇതിനോട് ബന്ധപ്പെട്ട് ദൈവഹിതത്തെ എതിർത്തുകൊണ്ട് നമ്മിൽ കുടികൊള്ളുന്ന തിന്മകളുടെ എല്ലാം കലവറയാണ് ജഡമെന്നും നാം മരിക്കുന്ന ദിവസം വരെ ഇത് നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്നും ഒക്കെയാണ് പുന്നൻ കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയും സ്വയം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 9 ഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടെത്തലുകൾ ഈ പുന്നന്റെയും അതുപോലെ സ്മിത്തിസ ഗ്രൂപ്പുകാരുടെയും കണ്ടെത്തലുകൾ നാം മനസ്സിലാക്കുമ്പോൾ ഒരു ചോദ്യം ഇതാണ്: സ്വയം ശൂന്യനാക്കിയ ക്രിസ്തു സമ്പാദിച്ച രക്ഷയും അങ്ങനെയാണെങ്കിൽ ശൂന്യമായിരിക്കില്ലേ എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം എന്താണ് പറയുന്നത് എന്ന് നാം ശ്രദ്ധിക്കണം. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്നാണ് ക്രിസ്തീയ വിശ്വാസം. അത് വെറുതെ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുകയല്ല, വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നാം ആഗീരണം ചെയ്തിട്ടുള്ളതാണ്. എബ്രായ ലേഖനം 13:8 വാക്യമാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്തു തന്നെത്താൻ ശൂന്യനാക്കി എന്ന വാദം ഈ വിശ്വാസത്തിന് നിഷേധമാണ്. യേശു മാറാത്തവനല്ലെങ്കിൽ ശ്രദ്ധിക്കണം, യേശു ക്രിസ്തു ദൈവവുമല്ല. കാരണം മാറ്റമില്ലായ്മ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അനിവാര്യ ഗുണങ്ങളിൽ പെട്ടതാണ്. ഇനി യേശുവിന്റെ ജഡം നമ്മളുടേതുപോലെ പാപമുള്ളതായിരുന്നു എന്ന വാദം യേശു ക്രിസ്തുവിന്റെ കന്യകാജനനത്തിന് നിഷേധമാണ്. പാപമുള്ള ഒരു വ്യക്തിക്ക് നമ്മുടെ യഥാർത്ഥ മഹാപുരോഹിതനും യാഗവും ആകാൻ കഴിയുകയില്ല. ഞാൻ തുടർന്ന് പറയുമ്പോൾ ഞാനതിൻ്റെ വാക്യങ്ങളെല്ലാം എടുത്ത് പറയാം. അപ്പൊ യാഗവും ആകുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. യേശുവിന് പാപം ചെയ്യുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നുവെന്ന വാദം തികഞ്ഞ ദൈവദൂഷണമാണ്. അല്ലെങ്കിൽ ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന്റെ കടക്കൽ കത്തിവെക്കുവാൻ വേണ്ടിയുള്ള ഒരു ലക്ഷണവും അല്ലെങ്കിൽ പ്രക്രിയയുമാണ് ഇതിൽ കൂടി അവർ കാണിക്കുന്നത്. യേശുവിന് പാപം ചെയ്യാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ പിതാവാം ദൈവത്തിനും പാപം ചെയ്യാൻ സാധിക്കുമായിരുന്നു അല്ലെങ്കിൽ സാധ്യമായിരുന്നു എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത്. അപ്പൊ സ്മിത്തിസം യേശുവിനെ ദൈവമായും മനുഷ്യനായിട്ടും വിഭജിക്കുന്നത് യേശു പാപത്തെ ജയിച്ചത് കേവലം മനുഷ്യനായിട്ട് ആയിരുന്നു എന്ന് വാദിക്കാനാണ്. അപ്പൊ യേശുവിനെ ദൈവമായിട്ടൊന്നും പ്രഖ്യാപിക്കുവാനോ അല്ലെങ്കിൽ രക്ഷകനായിട്ടോ ഒന്നുമല്ല കാണുന്നത്. പക്ഷേ യേശുവിന്റെ പേരിലാണ് അവർ, ക്രിസ്ത്യാനി എന്നുള്ള പേരിലാണ് ഇതെല്ലാം നടത്തുന്നത് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാൽവറി ക്രൂശിൽ മരിച്ചത് കേവലം മനുഷ്യനായിരുന്നുവെന്ന് വരും. മനുഷ്യൻ പാപം ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ അനന്തമായ നീതിക്കും വിശുദ്ധിക്കും എതിരാണ്. അതിന് മനുഷ്യൻ അനന്തമായ ശിക്ഷ അനുഭവിക്കുന്നു അല്ലെങ്കിൽ അർഹിക്കുന്നു. ആ ശിക്ഷയെല്ലാം വെറും മനുഷ്യന് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തനിക്ക് വഹിക്കുവാൻ കഴിയുമോ? അപ്പോൾ ഇത് നാം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തു നമ്മുടെ പാപത്തിന്റെ ശാന്തിക്ക് വേണ്ടി ആണ് മരിച്ചതെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത്രയും എല്ലാം സ്മിത്തിസത്തിന്റെയും പുന്നനിസത്തിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മളുടെ ഇടയിലെ ആൾക്കാരുടെ മനസ്സിലും ഇങ്ങനെയുള്ള സ്മിത്തിസമാകട്ടെ അല്ലെങ്കിൽ പുന്നനിസമാകട്ടെ, അവരുടെ പുസ്തകങ്ങൾ അവരെ സ്വാധീനം ചെയ്തതാവട്ടെ, ഇതൊക്കെ സ്വാധീനം ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധ വേദപുസ്തകം എന്താണ് പറയുന്നത്?
ഒരാൾ പറഞ്ഞു അല്ലെങ്കിൽ ഒരാൾ ഇഷ്ടമുള്ളത് പ്രസംഗിച്ചത് കൊണ്ട് വിശുദ്ധ വേദപുസ്തകം അതിന്റെ പുറകെ പോകില്ല. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിന് നിലനിൽക്കുവാൻ ആരുടെ സപ്പോർട്ടും വേണ്ട. ആരുടെ സപ്പോർട്ടില്ലാതെ അജയ്യമായി നിൽക്കുവാൻ കഴിയുന്നതാണ് വിശുദ്ധ വേദപുസ്തകത്തിന്. കാരണം വിശുദ്ധ വേദപുസ്തകത്തെ തകർക്കുവാനും വേണ്ടി എത്രയോ മഹാന്മാരാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അവരൊക്കെ ഇന്ന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടില്ലാതായെങ്കിലും വിശുദ്ധ വേദപുസ്തകം ഇപ്പോഴും അജയ്യമായി നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മൾ ഉപദേശ സത്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്നയാൾ പറഞ്ഞെന്നോ ഇന്നയാളുടെ പുസ്തകമെന്നോ എന്നൊന്നുമല്ല നമ്മൾ അറിയേണ്ടത്. നമ്മൾ അറിയേണ്ടത് പലർക്കും പലതും പറയാമെങ്കിലും വിശുദ്ധ വേദപുസ്തകത്തിന്റെ നേർക്കാഴ്ച എന്താണ്, അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ഉദ്ധരിക്കാം. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. യോഹന്നാൻ സ്നാപകൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ വഴിനിരത്താൻ വേണ്ടി ദൈവം അയച്ചയാളാണ്. യേശു പിറക്കുന്നതിന് 6 മാസം മുമ്പ് പിറന്നയാളാണ്. പക്ഷേ അദ്ദേഹം പാപമോചനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചയാളാണ്, അല്ലെങ്കിൽ മാനസാന്തര സ്നാനം കൊടുത്തയാളാണ്. അപ്പോൾ റിപ്പൻഡൻസിന് തുല്യമായിട്ടുള്ള ഒരു സ്നാനം കൊടുത്തയാളാണ്, പാപമോചനം കൊടുത്തയാളല്ല. എന്നാൽ യേശുവിനെ കുറിച്ച് ശ്രദ്ധിക്കണം. മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ അവൾ അല്ലെങ്കിൽ മറിയ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അതായത് മറിയയ്ക്ക് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുള്ള ജോസഫ്, ആ ജോസഫ് മറിയ ദൈവിക തൃത്വത്തിന്റെ സംവിധാനത്തിൽ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിൽ മറിയയോട് ദൂതൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിൽ നിന്ന് വിളിക്കപ്പെടും. അപ്പോൾ തൃത്വത്തിന്റെ സംവിധാനത്തിൽ ഭ്രൂണം വന്ന് അവളിലേക്ക് ഇറങ്ങുകയായിരുന്നു. എന്നാൽ നോർമലായിട്ട് ഒന്ന് മനസ്സിലാക്കുവാൻ ഉള്ള പ്രാപ്തിയില്ലാത്ത ജോസഫ് എന്ന് പറയുന്ന ആ മനുഷ്യൻ, അദ്ദേഹം മറിയെ ഉപായത്തിൽ അല്ലെങ്കിൽ അവൾക്ക് ലോകാപവാദം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവളെ ഉപേക്ഷിക്കാൻ ആരും അറിയാതെ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ദൂതൻ സ്വപ്നത്തിൽ അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. പറയുന്നൊരു കാര്യമാണ്, മറിയ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് ജോസഫെ നീ അവന് യേശു എന്ന് പേരിടണം. ജീസസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ യേശു എന്ന് പറയുന്ന ആ നാമത്തിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്ന ആ പേരിന്റെ അർത്ഥം അനോയിന്റഡ് വൺ എന്നാണ്, അല്ലെങ്കിൽ മിശിഹ എന്നാണ്, അഭിഷിക്തൻ എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ പറയുന്ന യേശു അഭിഷിക്തനാണ്, രക്ഷകനാണ്. അപ്പോൾ ആ രക്ഷകന് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം, ആ രക്ഷകൻ പ്രസംഗിക്കാൻ വരുന്നല്ല പറഞ്ഞത്, പാപങ്ങളിൽ നിന്ന് മോചിക്കുമെന്നാണ്. അപ്പോൾ ആ പാപങ്ങളിൽ നിന്ന് മോചിക്കുമെന്ന് പറഞ്ഞ യേശുവിന് തൻ്റെ ജനങ്ങളെ പാപത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ അദ്ദേഹം ദൗത്യമേറ്റെടുത്തിട്ട് വന്ന തന്റെ മഹാദൗത്യം എന്ന് പറയുന്നത് പ്രസംഗിക്കുകയോ രോഗികളെ സൗഖ്യമാക്കുകയോ ഭൂതങ്ങളെ പുറത്താക്കുക എന്നല്ല എന്ന് അദ്ദേഹത്തിന് മഹാദൗത്യം എന്ന് പറഞ്ഞാൽ കാൽവറി ക്രൂശിൽ തൻ്റെ ജീവനെ മാനവരാശിയുടെ പാപത്തിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ യേശുവിൻ്റെ അല്ലെങ്കിൽ പാപത്തെ മോചിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്ന ആ യേശുവിന്റെ കുരിശുമരണത്തിൽ കൂടി പാപത്തിന് മോശം ഉണ്ടാകുന്നില്ല എന്ന് ആരൊക്കെ ഇവിടെ കിടന്ന് വിളിച്ചു പോകിയാലും അത് സത്യമാകുമോ? ഞാൻ ശാപത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല, കാര്യം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആര് പറഞ്ഞാലും അതിന്റെ പിന്നാലെ സഞ്ചരിക്കുമോ വിശുദ്ധ വേദപുസ്തകം? വിശുദ്ധ വേദപുസ്തകത്തിന് ഒരു നേർരേഖയുണ്ട്, അതിൽ മാത്രം സഞ്ചരിക്കൂ. ഇനിയും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. യേശു അവർ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഈ ഭാഗം അറിയാമല്ലോ. യേശു ഒരു വീട്ടിലുള്ളപ്പോൾ, കഫർനഹൂമിൽ ഒരു വീട്ടിലുള്ളപ്പോൾ, ഒരു പക്ഷപാതക്കാരന് 4 പേർ ഒരു കിടക്കമേൽ ചുമന്നുകൊണ്ട് വന്ന് അവിടെയൊക്കെ കതകിൽ കൂടി അകത്ത് കയറ്റാൻ കഴിവില്ലാത്തത് കൊണ്ട് വീടിന്റെ മുകൾപ്പുര മുകൾ ഭാഗം പൊളിച്ചിട്ടിറക്കി എന്നൊക്കെ പറയുന്ന ആ ഭാഗം, ഞാൻ അതിൻ്റെ
ആ വീടിന്റെ രീതികളൊന്നും പറയുന്നില്ല, എൻ്റെ വിഷയം അതൊന്നും അല്ലല്ലോ. എന്തായാലും അവർ വിശ്വാസം കണ്ടിട്ട് യേശു പറഞ്ഞത് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. പക്ഷെ അവിടെ ഇരുന്നവർക്കൊരു സംശയം, പാപങ്ങളെ മോചിക്കാൻ വേണ്ടി ഇവൻ എന്താണ് കഴിവ് എന്നുള്ളൊരു ചോദ്യം അവരുടെ പലരുടെയും മനസ്സിൽ ഉണ്ടായപ്പോൾ യേശു പറഞ്ഞതാണ് മർക്കോസ് 2:10, എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓർക്കണം, ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അല്ലെങ്കിൽ യേശുവിന് അധികാരമുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, യേശു ക്രിസ്തുവിനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ ആർക്കും അധികാരമില്ല. പാപമോചനം കൊടുക്കുവാനും വേണ്ടി യേശുവിനല്ലാതെ മറ്റാർക്കും അധികാരമില്ല. കൺഫെഷൻ അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ ഏറ്റുപറച്ചിലുകൾ നടത്തി പുരോഹിത വിഭാഗത്തിന് മുൻപിൽ ചെന്ന് പാപമോക്ഷം പ്രാപിക്കുന്ന സംവിധാനങ്ങൾ ഇവിടെയുള്ള പട്ടത്ത സഭകൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അത് അവർ നടത്തുമ്പോഴും വിശുദ്ധ ബൈബിളിന്റെ ചിന്ത അതിനെതിരാണ്. അതാ ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും സിനഡ് കൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘമെല്ലാം കൂടെ ചേർന്നോ അവരെടുക്കുന്നൊരു തീരുമാനത്തിന്റെ അടിയിൽ ഒപ്പിടാൻ വേണ്ടി ഇരിക്കുന്നയാളല്ല ദൈവം. നിങ്ങൾ അങ്ങനെ പറഞ്ഞോ, നിങ്ങൾ ആള് കൂടുതലായതുകൊണ്ട് സമ്മതിച്ചു തരാം എന്നൊരിക്കലും പറയില്ല. ദൈവത്തിന് അതിൻ്റെ വ്യവസ്ഥയുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന് മാത്രമേ പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ളൂ എന്ന് ആണ് നാം തിരിച്ചറിയേണ്ടത്. ഇനി ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം 48-49 വായിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ യേശു ബഥാന്യ മറിയയോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിനോട് കൂടെ പന്തിയിലിരുന്നവർ പാപമോചനവും കൂടെ കൊടുക്കുന്ന ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. നിങ്ങൾക്ക് ആ രംഗം അറിയാമല്ലോ. ശീമോൻ എന്ന് പറയുന്ന ഒരു പരീക്ഷ പ്രമാണിയായിരുന്ന ധനാട്യനായിരുന്ന, കുഷ്ഠം ഉണ്ടായിരുന്നത് മാറിയ വ്യക്തിയുടെ വീട്ടിൽ ബഥാന്യയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു വലിയ അത്താഴ വിരുന്ന് നടക്കുമ്പോഴാണ് പട്ടണത്തിലെ പാപിനി എന്ന് പറഞ്ഞിരുന്നൊരു സ്ത്രീ ഒരു വെങ്കൽ ഭരണി സ്വച്ഛയുടെ മാംസ തൈലവുമായിട്ട് വന്ന് യേശുവിന്റെ കാലിന്റെ പുറകിലിരുന്ന് കരഞ്ഞ് യേശുവിന്റെ കാൽ കഴുകി കണ്ണുനീർ കൊണ്ട് തലമുടി കൊണ്ട് തുവർത്തി യേശുവിന്റെ കാൽ നിരന്തരം ചുംബിച്ചു. അതുപോലെ ആ ഫ്ലാസ്ക് പൊട്ടിച്ച് യേശുവിന്റെ കാൽ ആ സുഗന്ധദ്രവ്യം ഒഴിച്ചു. ഇത് കണ്ടപ്പോഴാണ് പലർക്കും ഒരു ചിന്ത, യേശുവിനെ അത്താഴത്തിന് ക്ഷണിച്ച ശീമോൻ ഉൾപ്പെടെ യേശു പ്രവാചകനല്ല എന്നൊരു ചിന്തയിലേക്കാണ് വന്നത്. കാര്യം പ്രവാചകനായിരുന്നുവെങ്കിൽ അവനെ തൊടുന്നത് ആരെന്നറിയുമായിരുന്നു. ഞാനിതിൻ്റെ കുറെ പുറമോട്ടൊന്ന് പറഞ്ഞു പോകണം, പക്ഷേ അതൊന്നും പറയാൻ വേണ്ടി സമയമെടുക്കും. എന്തുകൊണ്ടാണ് മറിയ വന്നത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള കുറെ ചിന്തകളും അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം തെളിവ് നൽകുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം, യേശു പറഞ്ഞത്, എന്നാൽ നിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ അവളുടെ അനേകവിധമായ പാപങ്ങൾ മോചിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോൾ പന്തിയിൽ നമ്മൾക്കൊരു സംശയം, പാപമോചനം കൊടുക്കാൻ കഴിയുന്ന ഇവൻ ആരാണ് എന്ന് തമ്മിൽ പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കണം, ഇന്ന് യേശുവിനെ വിശ്വസിച്ച് യേശുവിനെ അനുഗമിക്കുന്ന പറയുന്ന പലർക്കും ഇന്ന് യേശുവിന് പാപമോചനം നൽകുവാൻ കഴിയുകയില്ല എന്ന് ആണ് തട്ടിവിടുന്നത്. പക്ഷെ അവർ യേശുവിൻ്റെ പേരിലാണ് ജീവിക്കുന്നതെന്നും യേശുവിനെയാണ് പ്രസംഗിക്കുന്നതും എന്നൊക്കെയാണ്. പക്ഷേ യേശുവിനെ ചവിട്ടിത്തൂത്ത് യേശുവിനെ ഒന്നും കൊള്ളത്തില്ല, യേശുവിന് കഴിവൊന്നുമില്ല, പാപമൊന്നും മോചിക്കാൻ കഴിവില്ല, കാര്യം ഞങ്ങൾക്ക് കഴിയും എന്നുള്ള പരുവത്തിൽ നീങ്ങുമ്പോൾ, ഞാൻ ശാപത്തെക്കുറിച്ച് പറഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, യേശുവിന്റെ കുരിശുമരണത്തിൽ കൂടി ശാപമോക്ഷം ഉണ്ടാകുന്നില്ല എന്ന് പഠിപ്പിക്കുന്നവർ അവർ നടത്തുന്ന 3 ദിവസത്തെ ശാപ വിമോചന ശുശ്രൂഷ അല്ലെങ്കിൽ കഷ് ബ്രേക്കിംഗ് മിനിസ്ട്രി എന്ന് പറയുന്ന വിശുദ്ധ ബൈബിളിന്റെ ഭാഷയിൽ 100% തട്ടിപ്പായിട്ടുള്ള ആ ഒരു സംവിധാനത്തിൽ കൂടി എങ്ങനെ പാപം മോചിക്കും? അപ്പൊ യേശുവിന് കഴിയാത്തവർ കഴിയുമോ? യേശുവിന് കഴിയാത്തത് എങ്ങനെ അവർ കഴിയുന്നത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ആരുടെയെങ്കിലും പ്രഭാഷണം കേട്ട് ആകർഷരാകുകയല്ല നമ്മൾ വേണ്ടത്. വിശുദ്ധ ബൈബിൾ എന്താണ് പറയുന്നത് അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇനിയും ശ്രദ്ധിക്കേണ്ട അടുത്ത ഒരു കാര്യം, മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യമാണ്. യേശുക്രിസ്തു തന്റെ ക്രൂശിനോട് അടുക്കുന്ന അവസരത്തിൽ പെസഹായുടെ രാത്രിയിൽ യേശു കർത്തൃമേശ ഭോജ്യം എന്ന പേരിൽ യേശു താൻ സ്ഥാപിക്കുന്ന തിരുസഭയ്ക്ക് ചെയ്യുവാനുള്ള കൂദാശകൾ അല്ലെങ്കിൽ കർമ്മങ്ങളിൽ ഒന്ന് ആയ കർത്തൃമേശ അവിടെ ആചരണം തുടങ്ങുകയാണ്. ആ അവസരത്തിൽ യേശു പറഞ്ഞാണ്, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം.
എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ഗ്യാലൻ രക്തം പഴയ നിയമകാലത്ത് പാപത്തിന്റെ പരിത്യക്തിക്ക് വേണ്ടി മൃഗങ്ങളുടെയും ഒക്കെ നൽകി. പക്ഷെ അതിനൊന്നും പാപവിമോചനം കൊടുക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷെ യേശു പറഞ്ഞത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന എൻ്റെ രക്തമെന്നാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ കൂടി പാപമോക്ഷം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നവർ ഈ വാക്യം കണ്ടിട്ടില്ലേ? ഈ വാക്യം കണ്ടില്ല. അപ്പോൾ യേശുവിന്റെ ചോര എന്തിനാണ് ചൊരിഞ്ഞത്? യേശു അധർമ്മം പ്രവർത്തിച്ചിട്ടാണ് യേശുവിനെ ക്രൂശിച്ചത്? അതോ യേശു എന്തെങ്കിലും അബദ്ധം പറഞ്ഞു പിടിപ്പിച്ചതിന്റെ പേരിലാണോ? കൊള്ളയോ കൊലപാതകമോ നടത്തിയതിന്റെ പേരിലാണോ യേശുവിനെ ക്രൂശിച്ചത്? അല്ലല്ലോ. യേശുവിനെ ക്രൂശിച്ചത് എന്ന് പറയുന്നത് തിരുവഴുത്തിന് നിവൃത്തിയാണ്. പഴയ നിയമത്തിൽ 53-ാം അധ്യായത്തിൽ യെശയ്യാ ദീർഘദർശി BC 8-ാം നൂറ്റാണ്ടിൽ പ്രഖ്യാപിക്കുന്നു. അതുപോലെ BC 1000-ൽ ദാവീദ് ഇത് പ്രഖ്യാപിക്കുന്നു 22-ാം സങ്കീർത്തനത്തിൽ. അപ്പോൾ ഇതൊക്കെ ആ പ്രവചനങ്ങളുടെ നിറവേറലാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ യേശുക്രിസ്തുവിന് ചെയ്യാൻ കഴിയാത്ത പാപമോചനം പിന്നെ ആർക്കാണ് കൊടുക്കാൻ കഴിയുന്നത്? അപ്പോൾ പാപമോചനം ഉണ്ടാകുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ അതിലേക്കാണ് എത്തുന്നത്. റോമാലേഖനം 1-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ യേശുക്രിസ്തുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്ര നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ അല്ലെങ്കിൽ യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഈ വാക്യം വളരെ സുതാര്യമല്ലേ? യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് അവന്റെ അല്ലെങ്കിൽ യേശുവിന്റെ രക്തം വഴി പ്രായശ്ചിത്തം ലഭിക്കുവാൻ വേണ്ടി ആണ് യേശുവിനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നത്. അപ്പൊ റാൻസമാണ് നമുക്ക് വേണ്ടി യേശു ഒരു നടപടി ചെയ്തു കഴിഞ്ഞു. പക്ഷെ വിശ്വസിക്കാൻ നടക്കില്ല. അപ്പോൾ യേശുക്രിസ്തു കുരിശിൽ മരിച്ചെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് പാപമോക്ഷം ലഭിക്കില്ല. അത് വിശ്വസിക്കണം. അത് എൻ്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചത് എന്നുള്ള ബോധ്യം നമ്മൾക്കുണ്ടാകണം. അതിനുവേണ്ടി ചിലവൊന്നുമില്ല. ക്രിസ്തുവിങ്കിലെ വീണ്ടെടുപ്പ് സൗജന്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. ഞാൻ പാപിയാണ്. എൻ്റെ പാപത്തിന്റെ ആ സംവിധാനത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചത്. അത് വിശ്വാസവിധേയമായി നാം സ്വീകരിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് അതിന്റെ പ്രയോജനം സംഭവിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കടയിൽ സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞു, നമുക്കും അറിയാം, നമ്മൾ അതിന് മുന്നിൽ കൂടെ പോയി കാണും. പക്ഷേ നമ്മൾ ആ കടയിൽ ചെല്ലുകയോ അവരുടെ ആ ഓഫർ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ നമുക്കങ്ങനെ വില കുറച്ച് കിട്ടത്തില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ യേശുക്രിസ്തു പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു എന്നുള്ളത് പ്രസംഗിച്ചുകൊണ്ടായില്ല, അതിനെക്കുറിച്ച് പുസ്തകം എഴുതിയോണ്ടായില്ല, അത് നമുക്കറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോൾ വിശ്വാസവിധേയമായി അത് അംഗീകരിക്കുന്നുവോ അപ്പോൾ മാത്രമേ സൗജന്യമായിട്ട് യേശുവിൽ നിന്ന് നമുക്ക് യേശുവിൻ്റെ രക്തം മൂലം നമുക്ക് പാപത്തിന് വിമുക്തി ഉണ്ടാകുന്നുള്ളൂ. ഇനി ശ്രദ്ധിക്കണം, ജന്മപാപമുണ്ട്, അതുപോലെ കർമ്മപാപമുണ്ട്. എന്ന് പറഞ്ഞാൽ ജന്മപാപം എന്ന് പറഞ്ഞാൽ ആദാമിന്റെ സന്തതി പരമ്പരകളാണ്, മനുഷ്യവർഗമല്ല. ഇന്ന് എവല്യൂഷൻ തിയറിയൊക്കെ പലരും പറയുന്നെങ്കിലും ഇന്ന് വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇന്ന് വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എവല്യൂഷൻ തിയറി അനുസരിച്ചും ഒന്നുമല്ല കാര്യങ്ങൾ പോകുന്നത്. മനുഷ്യൻ പരിണമിച്ചുണ്ടായി എന്ന് പറയുന്നവർ എന്തുകൊണ്ട് മനുഷ്യൻ വന്നപ്പോഴത്തേക്ക് പരിണാമം നിന്നോ? പരിണമിച്ചുണ്ടായതാണെങ്കിൽ വീണ്ടും പരിണാമം നടക്കണ്ടേ? അപ്പൊ പരിണാമ സിദ്ധാന്തം ഇപ്പോഴും ഹൈപ്പോത്തസിസ് ആണ്, തെളിയിക്കപ്പെടാത്ത സിദ്ധാന്തമാണ്. പിന്നെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇത് പഠിപ്പിക്കുന്നു എന്നല്ലാതെ ഇന്ന് വരെ തെളിയിച്ചിട്ടില്ല. ഇതിൽ അസംഷനാണ് മുഴുവൻ, ഊഹാപോഹങ്ങളാണ്. നിങ്ങൾ ഇതിന്റെ മാസ്റ്റർ പീസായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള ചാൾസ് ഡാർവിന്റെ പുസ്തകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓൺ ദ ഒറിജിൻ ഓഫ് ദ സ്പീഷീസ് എന്ന് പറഞ്ഞ ആ പുസ്തകത്തിനകത്ത് മുഴുവൻ ഊഹാപോഹങ്ങളാണ്, ക്ലിപ്തമായിട്ടൊന്നുമില്ല. പക്ഷെ വിശുദ്ധ വേദപുസ്തകം ഊഹാപോഹം ഒന്നും പറയുന്നില്ല. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ച് ഇരിക്കാം എന്ന് ചിന്തിക്കാം എന്നൊന്നും എഴുതിയിരിക്കുന്നത്. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്ന സ്റ്റേറ്റ്മെന്റാണ്, പ്രസ്താവനയാണ് ഈ പറയുന്നത്. അപ്പോൾ വിശുദ്ധ ബൈബിൾ വളരെ ക്ലിപ്തീകരിച്ച് സമ്പുഷ്ടമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ശാസ്ത്രം വികസിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അസംഷനുകൾ പലതും പറയുന്നുണ്ട്. ശാസ്ത്രം കള്ളമെന്നല്ല, പക്ഷേ തെളിയിക്കപ്പെടുവാൻ കഴിയാത്ത കാര്യങ്ങൾ അത് പ്രപ്പോസ് ചെയ്യുമ്പോൾ അതിന്റെ പുറകെ കുറെ പേര് പോകുന്നുള്ള സത്യമാണ്.
എന്നാൽ അതിൻ്റെ എല്ലാം പുറകെ നടക്കുന്നതല്ല വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിളിന് പ്രഖ്യാപിക്കുവാൻ കാര്യമുണ്ടെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ അനുഭവിക്കാം. അപ്പോൾ ഇത് തുറന്നിരിക്കുകയാണ്, ആർക്കും സ്വീകരിക്കാം. ഇനിയും കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. അപ്പോൾ യേശുവിന്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആൾക്കാരുടെ പലരുടെയും ചിന്തയനുസരിച്ചും ഈ സ്മിത്തിസത്തിന്റെയും പൊന്നിനിസത്തിന്റെയും ചിന്തയനുസരിച്ചും യേശുവിന് യാതൊരു പ്രത്യേകതയുമില്ല. യേശുവിന് പാപം ചെയ്യാൻ കഴിയുമായിരുന്നു. ഘോര യുദ്ധം നടത്തി, പാപവുമായിട്ട് വലിയ ഘോര യുദ്ധം നടത്തിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത്, പാപത്തിൽ ചെന്ന് വീഴാതിരിക്കാൻ. പക്ഷെ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് എന്താണ്? ഞാനെന്താ പറഞ്ഞത്? ഒരാൾ എഴുതിയെന്നോ ഒരാൾ പ്രസംഗിച്ചെന്നോ പറഞ്ഞുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉപദേശം മാറുന്നില്ല. പാപം അറിയാത്തവനെ നാം അവനിൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കിയെന്നാണ്. എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും പാപം യേശുവിൽ യേശു വഹിക്കുവാൻ തക്കവണ്ണം യേശുവിനെ അതിനു വേണ്ടി നിയോഗിച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. റോമാലേഖനത്തിൽ 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ, മെനി ഒഫൻസസ്, മോചിക്കുന്നു എന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീരുന്നു. അപ്പോൾ ഓർക്കണം, നമ്മുടെ അനേക ലംഘനങ്ങൾ അല്ലെങ്കിൽ ട്രെസ്പാസ് അല്ലെങ്കിൽ ഒഫൻസസ്, അത് മോചിക്കുന്ന നീതീകരണ വിധിക്ക് ആണ് യേശുക്രിസ്തുവിൻ്റെ ആ ക്രൂശുമരണം മൂലം സാധ്യതയുണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, യേശുക്രിസ്തുവിന്റെ കുരിശുമരണം യേശുവിന് അബദ്ധം പറ്റിയിട്ടല്ല, യേശു പാപിയായതുകൊണ്ടല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഹന്നാസിന്റെ അരമന, അതുപോലെ കയ്യാഭാവിന്റെ അരമന, സന്നദ്രി സംഘം, ഹെരോദാവിന്റെ കൊട്ടാരം, പീലാത്തോസിന്റെ കൊട്ടാരം, ഈ 5 സ്ഥലങ്ങളിൽ യേശുവിനെ വിധിച്ചു, 5 കോടതികളിൽ. പക്ഷെ യേശുവിൽ ഒരു തെറ്റും അവർക്ക് സ്ഥാപിക്കുവാൻ കഴിഞ്ഞില്ല. കള്ളസാക്ഷികളെ വരെ നിർത്തി, എന്നിട്ടും അവർക്ക് സ്ഥിരീകരിക്കാൻ ഒത്തില്ല. അങ്ങനെയുള്ളപ്പോൾ പാപിയല്ലാത്തൊരാൾ എന്ന് പറഞ്ഞ നീതിന്യായ കോടതികൾ നോക്കിയിട്ടും അവർക്ക് യേശുവിൽ ഒരു പാപവും കുന്നിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള യേശു എങ്ങനെയാണ് ഈ പാപത്തോട് അങ്ങ് വലിയ മസിൽ പിടിച്ചൊന്നും ഗുസ്തി പിടിച്ചെന്നും ഒക്കെ പറയുന്ന രീതിയിൽ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഇനി കൊലോസ്യ ലേഖനം 1-ന്റെ 14-ാമത്തെ ശ്രദ്ധിക്കണം. യേശുവിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ യേശുവിൽ കൂടി നമുക്ക് പാപമോചനം സംഭവിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നവർ ഈ വാക്യങ്ങളൊന്നും കണ്ടിട്ടില്ലേ? യേശുവിന്റെ കുരിശുമരണത്തിൽ കൂടി പാപത്തിന് വിമോചനം ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ തെളിവുകളൊക്കെ കണ്ടിട്ട് കണ്ണടച്ചിട്ട് അറിയാത്ത മട്ടിൽ വ്യാഖ്യാനിക്കുകയാണോ അതോ കാണാഞ്ഞിട്ടാണോ? എന്തായാലും നിങ്ങൾ പറയുന്ന തെറ്റുകളെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുള്ള വ്യക്തിവിരോധം കൊണ്ടല്ല ഈ പറയുന്ന വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ നിങ്ങൾ പറയുന്ന ഉപദേശങ്ങൾ തെറ്റാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രചാരകൻ എന്ന നിലയിൽ, സുവിശേഷകൻ എന്ന നിലയിൽ ഇത് പറയുവാൻ ഞാൻ ബാധ്യസ്ഥനായിരിക്കുന്നത്. ഇനി എബ്രായ ലേഖനം 4-ന്റെ 15-ാമത്തെ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ അല്ലെങ്കിൽ ഇൻഫേമിറ്റീസിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അപ്പോൾ പാപം ഒഴികെ നമുക്ക് തുല്യനായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവൻ എന്ന് പറയുന്ന യേശു പിന്നെങ്ങനെയാണ് ജീവിതകാലം മുഴുവൻ യേശു പാപത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി യേശു ഘോര യുദ്ധം നടത്തി പാപത്തോട് ജയിച്ചെന്നൊക്കെ പറയുന്നത്? അപ്പോൾ ഇത് മഹാമണ്ഡത്തരവും വിഡ്ഢിത്തവുമല്ലേ? വിശുദ്ധ വേദപുസ്തകത്തിന്റെ ചിന്തകൾ പ്രഖ്യാപിക്കുവാൻ വേണ്ടി ആണല്ലോ സുവിശേഷകർ അല്ലെങ്കിൽ അതിന്റെ പ്രചാരകർ നിൽക്കേണ്ടത്. എന്നാൽ അതിനെതിരെ പ്രഖ്യാപിക്കുമ്പോൾ അതെങ്ങനെയാണ് സുവിശേഷമായിട്ട് മാറുന്നത്? ക്രൈസ്തവ സുവിശേഷമായിട്ട് എങ്ങനെയാണ് മാറുന്നത്? യേശു പാപം ചെയ്യാത്തയാളാണ്. ആ പാപം ചെയ്യാത്തയാളിനെ അല്ലെങ്കിൽ പാപത്തിന് യേശുവുമായിട്ട് യാതൊരു കച്ചവടവും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള അല്ലെങ്കിൽ പാപത്തിന് യേശുവിനെ പരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ എത്തുമ്പോൾ അവിടെ 46-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും എന്ന് പറഞ്ഞ ധൈര്യമുള്ളവന് കയറി വരാം.
എൻ്റെ പാപത്തെക്കുറിച്ച് വിരൽ ചൂണ്ടുവാൻ കഴിവുള്ളവന് കയറി വരാം. ഇന്നിടത്താണ് പാപം, ഇല്ല ഇന്ന പാപം ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അത് പ്രഖ്യാപിക്കാം. പക്ഷേ അതാർക്കും കഴിയുന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ യേശു പാപവുമായിട്ട് വലിയ മൽപ്പിടുത്തം നടത്തി ജയിച്ചു എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഘോര യുദ്ധം നടത്തി ജയിച്ചു എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ അത് വിശുദ്ധ വേദപുസ്തകത്തിലെ പക്ഷേ പക്കാ ദുരുപദേശമാണ്. ഇനിയും യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ കൂടി പാപമോചനം സംഭവിക്കുന്നില്ല എന്ന് ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രഭാഷകൻ കഴിഞ്ഞ ദിവസം പറയുന്നത് നിങ്ങളൊക്കെ കേട്ടതാണ്. എന്റെ വിഷയമെന്ന് പറയുന്നത് സ്മിത്തിസത്തിനെതിരെയല്ല ഇന്ന്, അല്ലെങ്കിൽ പുന്നനിസത്തിനെതിരെയല്ല. എന്നാൽ പുന്നനിസവും സ്മിത്തിസവും പറയുന്ന അതേ ആംഗിളിലാണ് ഇവരൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്മിത്തിസത്തിന്റെയും പുന്നനിസത്തിന്റെയും ഉപദേശം കൂടെ പറഞ്ഞത്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ബാംഗ്ലൂരിലുള്ള അദ്ദേഹവും പറഞ്ഞാൽ, എനിക്ക് ഈ പേരെല്ലാവരുടെയും പറയാൻ അറിയാമെന്ന് പറഞ്ഞല്ലോ, ഞാൻ മനഃപൂർവ്വം ആരുടെയും പേര് പറയാത്തതാണ്. ആരും വ്യക്തിഹത്യയല്ല എൻ്റെ ജോലി എന്ന് പറയുന്നത്. എൻ്റെ ജോലി ഉപദേശം പറയുക എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകത്തിന് ഉപദേശം എന്തോ അതെന്താണെന്ന് പറയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആരുടെയും പേര് പറയാത്തത്. വിശുദ്ധ വേദപുസ്തകം വളരെ സുതാര്യമായിട്ട് തന്നെ പറയുന്നു, യേശുവിന്റെ ചോര അല്ലെങ്കിൽ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ പിന്നെ യേശുവിന്റെ കുരിശുമരണത്തിൽ കൂടി മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഒഴുക്കിയ ആ രക്തം വഴി നമുക്ക് പാപമോചനം ലഭിക്കത്തില്ല എന്ന്, അല്ലെങ്കിൽ ലഭിക്കുന്നില്ല എന്ന് വളരെ ക്ലിപ്തമായിട്ട് ഖണ്ഡിതമായിട്ട് എങ്ങനെയാണ് സുവിശേഷ പ്രസംഗകൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പാസ്റ്റർ എന്ന് പറയുന്നയാൾ എങ്ങനെ തട്ടിവിടുവാൻ എങ്ങനെ ധൈര്യം തോന്നി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി എന്ന് പറഞ്ഞാൽ 1-2 ഏതൊക്കെയുണ്ടോ അത് മുഴുവൻ പോക്കി നമ്മെ എന്ന് പറഞ്ഞാൽ ജന്മഭാഗമാകട്ടെ കർമ്മപാപമാകട്ടെ ഈ പറയുന്ന അല്ലെങ്കിൽ ആദാം വഴിയുണ്ടായ ആ ജന്മപാപം ഉൾപ്പെടെ, അല്ലെങ്കിൽ നമ്മുടെ കാർമ്മിക സംവിധാനത്തിൽ കൂടി നമ്മുടെ പ്രവൃത്തി വഴി ഉണ്ടായ, നമ്മുടെ ജീവിതത്തിൽ കൂടി ഉണ്ടായ ഏതൊരു തരത്തിലുള്ള പാപവുമാകട്ടെ ആ പാപമെല്ലാം പോക്കുവാൻ കഴിയുന്നതാണ് യേശുവിന്റെ ചോരയുടെ പ്രത്യേകത. അപ്പോൾ അത് തിരിച്ചറിയാൻ പോലും കഴിയാതിരിക്കുമ്പോൾ പിന്നെങ്ങനെ ക്രൈസ്തവ സുവിശേഷം പ്രസംഗിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇനിയും അടുത്തൊരു ഭാഗം യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യം, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ യേശു നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയണം. ഏറ്റുപറയാത്തിടത്തോളം കാലം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പരസ്യമായി യേശുവിനെ നിർത്തിയിട്ടുണ്ട്. യേശു മൂലം വീണ്ടെടുപ്പുണ്ട്, അത് സാധ്യമാക്കി. പക്ഷെ അത് നേരത്തെ ചെയ്തു വച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ പാപം ഏറ്റു പറയുന്നെങ്കിൽ മാത്രമേ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയുള്ളൂ. അല്ല നമ്മുടെ പാപം അറിയാം യേശുവിനെന്നും പറഞ്ഞുകൊണ്ട് ക്ഷമിക്കുകയില്ല. നമ്മൾക്കതുമായിട്ട് മുൻപോട്ട് പോകാനാ താല്പര്യം, പാപവുമായിട്ട് മുൻപോട്ട് പോകാനാ താല്പര്യമെങ്കിൽ പിന്നെ എന്തിനാണ് യേശു ഇടപെടുന്നത്? അതുകൊണ്ട് നമ്മൾ നമ്മുടെ പാപങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മൾ യേശുവിനോട് ഏറ്റു പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ യേശു വിശ്വസ്തനാണ്, നീതിമാനാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മുടെ പാപത്തിന്റെ ശിക്ഷയും വഹിച്ചല്ലേ യേശു കാൽവറിയിൽ മരിച്ചത്. യേശുവിന്റെ കുരിശുമരണം മൂലം പാപക്ഷമ ഉണ്ടാകുന്നില്ല എന്ന് പ്രഖ്യാപിച്ച അദ്ദേഹത്തോട് തന്നെ ചോദ്യം, പിന്നെ എങ്ങനെയാണ് പാപക്ഷമ ഉണ്ടാകുന്നത്? പിന്നെന്തിനാണ് നിങ്ങൾ ഈ പ്രസംഗിക്കുന്നത്? യേശുവിന്റെ കുരിശുമരണം മൂലം, യേശുവിന്റെ രക്തം മൂലം നമുക്ക് വേണ്ടി ചൊരിഞ്ഞ, എന്ന് പറഞ്ഞാൽ മാനവരാശി സകലർക്കും വേണ്ടി ചൊരിഞ്ഞ, യേശുവിനെ ചീത്ത വിളിക്കുന്നവന് വേണ്ടി ഉൾപ്പെടെ ചൊരിഞ്ഞ, അവനെ ഉൾപ്പെടെ ശുദ്ധീകരിക്കുവാനും വേണ്ടി ചൊരിഞ്ഞ ആ രക്തം വഴി നമുക്ക് പാപത്തിന് വിമോചനം ഉണ്ടാകുന്നില്ല എങ്കിൽ പിന്നെന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഈ യോഗം നടത്തുന്നത്? പിന്നെന്ത് പറയാനാണ് ഈ പ്രസംഗിക്കുന്നത്? പിന്നെന്താണ് സുവിശേഷം? നിങ്ങൾ പറഞ്ഞ സുവിശേഷത്തിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ അതുകൊണ്ട് ഒരു പശ്ചാത്താപം ഈ കാര്യത്തിൽ ഉണ്ടാകണം നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപമല്ല. നിങ്ങൾ ഈ പറയുന്ന ദുരുപദേശത്തിൽ നിന്ന് നിങ്ങൾ മാറണം, നിങ്ങൾ പശ്ചാത്തപിക്കണം. യേശുവിനെതിരെയാണ് നിങ്ങൾ ഈ കളിക്കുന്നത്. യേശുവിന്റെ പേരിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ സാധിച്ചിട്ട് നിങ്ങൾ യേശുവിനെ ഇപ്പോൾ കളിയാക്കുന്ന രീതിയിൽ യേശുവിനെ കൊണ്ടൊന്നും കൊള്ളത്തില്ല എന്ന പരുവത്തിലേക്ക് നിങ്ങൾ പറയുമ്പോൾ അത് വലിയ അബദ്ധമാണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന് ഓർക്കണം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഈ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുത്തിടാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-28 വാക്യങ്ങളാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു.
തനിക്കായി കാത്തു നിൽക്കുന്നവർ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പോൾ ശ്രദ്ധിക്കണം, യേശു അനേകരുടെ പാപങ്ങളെ ചുമപ്പാനാണ് ഒരിക്കൽ അർപ്പിക്കപ്പെട്ടത്. അപ്പോൾ യേശു ഒരു രസത്തിന് വേണ്ടിയല്ലായിരുന്നു അനേകരുടെ പാപത്തെ, എന്ന് പറഞ്ഞാൽ തന്നിൽ ആരൊക്കെയാണോ വിശ്വസിക്കുന്നത്, തന്നെ വിശ്വസിക്കാത്തവൻ ഉൾപ്പെടെ അവന് വേണ്ടിയും കൂടെയാണ് യേശു മരിച്ചത്. പക്ഷെ അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് കഷ്ടമെന്ന് പറയുന്നത്. കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്, പക്ഷേ അവർ സ്വീകരിക്കാൻ തയ്യാറല്ല. എന്നാൽ ഓൾറെഡി നമുക്ക് വേണ്ടി യേശു പാപക്ഷമയ്ക്ക് വേണ്ടി നമ്മളെ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ, നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, സ്വർഗത്തിന്റെ ഉടമകളാക്കുവാൻ, നീതിമാന്മാരായിട്ടും വിശുദ്ധന്മാരായിട്ടും പ്രഖ്യാപിക്കുവാനും അങ്ങനെ ജീവിപ്പാനുള്ള സംവിധാനത്തിന് വേണ്ടി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ബലിയായി, അല്ലെങ്കിൽ യേശുവിന്റെ ബലിമരണം അതിനു വേണ്ടിയാണ്. അനേകരുടെ പാപങ്ങളെ, എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ ചുമക്കുവാനും വേണ്ടിയാണ് യേശു അർപ്പിക്കപ്പെട്ടത്. ആ യേശു ക്രിസ്തു അങ്ങനെ തന്നിൽ നിന്ന് പാപക്ഷമ വാങ്ങിച്ചവരുടെ ആ ആൾക്കാരുടെ വേണ്ടി, അവർക്ക് രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തു ഇനിയും പ്രത്യക്ഷനാകും പാപം കൂടാതെ എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രത്യാശയും. അപ്പോൾ അതിനുള്ള ഒരു അവസരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു ക്രിസ്തുവിന്റെ കുരിശുമരണം മൂലം പാപക്ഷമയും, അതുപോലെ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണം മൂലം നമുക്ക് ശാപത്തിന് വിമോചനവും എല്ലാം അത് ചെയ്തു വച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മളത് സ്വീകരിക്കുവാൻ, യേശുവിനോട് പാപം ഏറ്റുപറഞ്ഞാൽ മാത്രമേ പാപം ക്ഷമിക്കുകയുള്ളൂ. അതുകൊണ്ട് ദുരുപദേശം പറഞ്ഞു പിടിപ്പിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകരുത്. കാര്യം എന്നാണെന്നറിയാമോ? നിങ്ങൾക്ക് വേണ്ടിയും കൂടെ അല്ലേ യേശു മരിച്ചത്? യേശുവിനെ പാപവും ശാപവും ഒന്നും മാറ്റുവാൻ കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ പിന്നെ നിങ്ങളുടെ സുവിശേഷത്തിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? ആരുടെ സുവിശേഷമാണ് നിങ്ങൾ പറയുന്നത്? അതുകൊണ്ടൊരു പശ്ചാത്താപം നിങ്ങൾക്കുണ്ടാകട്ടെ. എൻ്റെ വാക്കുകൾ കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള ചതിക്കുഴികളും ഒക്കെ നിങ്ങൾ കാണുമ്പോൾ എനിക്ക് എൻ്റെ കേൾവിക്കാരോട് എല്ലാം പറയാനുള്ളത്, നിങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് മടങ്ങുക. വിശുദ്ധ വേദപുസ്തകം എന്താണ് നിങ്ങളോട് പറയുന്നത്, എന്താണ് പഠിപ്പിക്കുന്നത്, അതിൻ്റെ നേർരേഖയുള്ള ഉപദേശം എന്താണ് എന്നറിയുവാൻ നിങ്ങളുടെ മനസ്സിനെ തുറക്കുക. സർവശക്തനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം ഉണ്ടാക്കുന്നു.